ഉച്ചയ്ക്ക് ഒരു നേരം ഭക്ഷണം നല്ലവണ്ണം കഴിക്കണം. രാത്രി ഇച്ചിരി കുറഞ്ഞാലും സാരല്ല. കഴിക്കൂ കഴിക്കൂ. രാവിലെയും വൈകുന്നേരവും നല്ല അഭ്യാസമൊക്കെ ചെയ്യേണ്ടതല്ലേ. അപ്പോൾ നന്നായി ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചോറ്, അയില പൊരിച്ചത്, വെത്തല പൊരിച്ചത്, പിന്നെ അതിൻ്റെ കൂടെ മുരിങ്ങാക്കായ കറിയും പിന്നെ മഷ്റൂം ഗ്രേവിയാണ് കേട്ടോ. അപ്പോൾ അതിനിടയിലാണ് നമ്മുടെ അണ്ണൻ പണിക്കുണ്ട് എന്ന്. അപ്പോൾ അണ്ണനക്ക് നല്ല ചൂട് ദോശയൊക്കെ ചുട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് ദോശയും പിന്നെ കടലക്കറിയും ചായയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു പണിൻ്റെ ഇടയിൽ ഒരു 2-3 പണി ഒപ്പെടുക്കുന്ന ഒരു പ്രകൃതമാണ് കേട്ടോ എനിക്ക്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീർക്കാൻ നോക്കും. കാരണം ഇനി ബേബി വയലൻ്റായ പിന്നെ പിടിച്ചാക്കില്ല. അപ്പോൾ നമ്മൾ ദോശയും കടലക്കറിയും ചായയും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളെ മഷ്റൂമൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നലെ KSൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ, കടങ്ങാത്തോണ്ട് സൂപ്പർ മാർക്കറ്റിൽ നിന്ന്. അതൊക്കെ കഴിഞ്ഞ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് പോയപ്പോഴാണ് ഓർമ്മ വന്നത്. ഇന്നലെ നാത്തൂന് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു നെയ്യപ്പം ഉണ്ണിയപ്പം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എനിക്കിഷ്ടമാണ് തലേ ദിവസത്തേത് കഴിക്കാൻ കേട്ടോ. നല്ലൊരു ചക്കര ഇട്ട സാധനങ്ങളൊക്കെ തലേ ദിവസത്തെ കഴിക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുളിയും അലക്കലൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മൾ മുരിങ്ങാക്കായ കറിയും ചോറും പിന്നെ അയില പൊരിച്ചതും പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു വെളുത്തുള്ളി അച്ചാറും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി ലഞ്ച് സെറ്റാക്കി. എൻ്റെ പൊന്നോ അപാര ടേസ്റ്റ്. ഇതിൻ്റെ കൂടെ ഒരു എരിവിൻ്റെ കൂടെ ഒരു പുളിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മോരും അങ്ങോട്ട് എടുത്തു കേട്ടോ. മോര് ഇന്നലെ നാത്തൂൻ്റെ വീട്ടിൽ പോയപ്പോൾ അവരുടെ മൂത്തച്ഛൻ്റെ വീട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ മോരും കൂടി കൂട്ടി അടിച്ചത്. നിങ്ങളുടെ വായിൽ വെള്ളം വരുന്നില്ല? എനിക്ക് ശരിക്കും ഇപ്പോഴും കഴിച്ച് കഴിഞ്ഞിട്ട് മോര് ആലോചിക്കുമ്പോഴേ വായിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ ലഞ്ച്